ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2 ഏഴാമത്തെയും എട്ടാമത്തെയും എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ലൈക്കുകളിലും ഞാൻ ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഗിൽഡ് മാസ്റ്റർ യൊൻഹോയും ചോയും വരുന്നു. അവരെന്തിനാണ് അവിടേക്ക് വന്നതെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ജിൻവുവിന്റെ റീവാലുവേഷന്റെ ദിവസം. അതായത് അവന്റെ റാങ്ക് ഏതാണെന്ന് ചെക്ക് ചെയ്യുന്ന ദിവസം ഇന്നാണ്. സോ അതിനു വേണ്ടിയാണ് രണ്ടുപേരും ഇവിടേക്ക് വന്നത്. പറ്റിയാൽ അവർക്ക് ജിൻവുവിനെ അവരുടെ ഗിൽഡിലേക്ക് ചേർക്കുകയും ചെയ്യാം. ഇപ്പൊ അവരെ രണ്ടുപേരെയും കാണുന്ന റിപ്പോർട്ടേഴ്സ് അവര് ലീമിൻ സങ് എന്ന് പറയുന്ന ഒരു പുതിയ ഹണ്ടറിനെ അവരുടെ ഗിൽഡിലേക്ക് ചേർക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചു. ലീമിൻ സങ് എന്ന് പേര് കേൾക്കുന്ന യൊൻഹോയ്ക്ക് പോലും അത് ആരാണെന്ന് അറിയില്ല. അപ്പൊ ചോയ് അവരോട് ലീമിൻ സങ് എന്ന് പറയുന്നവൻ റീപ്പർ ഗിൽഡിലേക്ക് ചേർന്നു എന്ന് പറയുന്നു. ശേഷം രണ്ടുപേരും വന്ന കാര്യം ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാണ്. ഇപ്പൊ ന്യൂസ് വഴി എല്ലാവരും അവിടെ നടക്കുന്ന ലൈവ് കാണുന്നുണ്ട്. സ്കൂളിലിരിക്കുന്ന ജീന അവളുടെ ഫ്രണ്ട് സൊങ്ങി. കാരണം ഈ ലീമിൻ സങ് എന്ന് പറയുന്നവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. കൂടാതെ ഇപ്പൊ അവന്റെ പവർ അവൈക്കണായി അവനൊരു എയർ റാങ്ക് ഹണ്ടർ ആയിട്ട് മാറി. അതുകൊണ്ട് അവനെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ലൈവ് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ലീമിൻ സങ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾറെഡി അവൈക്കൺ ആയതായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഫേമസ് ആവാൻ വേണ്ടിയാണ് അവൻ പുതിയതായിട്ട് അവൈക്കൺ ആയെന്ന് പറഞ്ഞ് റീപ്പർ ഗിൽഡിലേക്കൊക്കെ പോയി ചേരുന്നത്. ഇപ്പൊ ആ ബിൽഡിംഗിന്റെ അകത്തേക്ക് വരാൻ ശ്രമിക്കുന്ന നമ്മുടെ ജിൻബുവിനെ ലീമിൻ സങ്ങിന്റെ ബോഡി ഗാർഡ് തടയുന്നു. ഇപ്പൊ കയറാൻ പറ്റില്ല, ലീമിൻ സങ്ങിന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അയാൾ തടയുമ്പോഴാണ് അവിടേക്ക് പ്രസിഡന്റ് ഗോ വരുന്നത്. എന്നിട്ട് ലീമിൻ സങ്ങിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ജിൻവുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അത് കണ്ട് ലീമിൻ സങ്ങും അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവനെ ചെയർമാൻ വു തടഞ്ഞു നിർത്തി. റീവാലുവേഷൻ കഴിയാതെ ഒരുത്തനെ പോലും ഇതിന്റെ അകത്തേക്ക് കടത്തി വിടാൻ പോകുന്നില്ല. അത് കേട്ട് ലീമിൻ സങ്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയോ? എന്റെ ഒരു ഒറ്റ വാക്ക് മതി നിന്റെ ജോലി പോവാൻ. എനിക്ക് നീ ആരാണെന്നറിയില്ല, പക്ഷെ നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിന്റെ ഒരു നല്ല തീരുമാനം ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ചെയർമാൻ വു അവനെ ഒരു മാതിരി നോട്ടം. ചെറുക്കം പേടിച്ച് വരണ്ടുപോയി. ഇവിടെ ജിൻവുവിന്റെ റീവാലുവേഷൻ നടക്കുന്ന സ്ഥലത്ത് അവൻ ആദ്യം അവന്റെ പവർ കാണിക്കാൻ ഒരു ഷാഡോയെ മാത്രം പുറത്തു കൊണ്ടുവന്നു. അത് കാണുന്ന പ്രസിഡന്റ് ഗോ ആവട്ടെ ജിൻവുവിന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാത്തിനെയും കൊണ്ടുവരാൻ പറയുന്നു. അത് കേട്ട് ജിൻവു ഇവർക്കെല്ലാം മനസ്സിലായി എന്ന രീതിയിൽ അവന്റെ മുഴുവൻ ഷാഡോ ആർമിയെയും പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ റീവാലുവേഷൻ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ചോയ്ക്കും യൊൻഹോയ്ക്കും അകത്തുള്ള പവർ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഷോക്കായി. അങ്ങനെ റീവാലുവേഷന് ശേഷം നമ്മുടെ ജിൻവുവിന് എസ് റാങ്ക് ഹണ്ടറിന്റെ ലൈസൻസ് കിട്ടുന്നു. ഇനി അവൻ അവന്റെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അങ്ങനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഡീമൻ കാസലിലേക്ക് പോകാനുള്ള ആർട്ടിഫാക്റ്റുകൾ വാങ്ങാൻ സാധിക്കും. ശേഷം പുറത്തേക്ക് വരുന്ന ജിൻവുവിനെ കാത്ത് അവിടെ ചോയും യൊൻഹോയും നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നൊന്നും കേൾക്കാതെ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ജിൻവു അവിടുത്തെ വാതിൽ തുറക്കുമ്പോഴാണ് അവനെ പുറത്ത് കാത്തിരിക്കുന്ന മുഴുവൻ മീഡിയയുടെ മുമ്പിലേക്കും അവൻ ചെന്ന് ചാടിയത്. രാജ്യത്തെ 10ാമത്തെ ഹണ്ടർ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ലൈവിൽ മുഴുവൻ വരുന്നത് ജിൻവു ആണ്. അത് അവന്റെ അനിയത്തിയും കൂട്ടുകാരിയും കണ്ട് ഷോക്കാവുന്നു. കൂടാതെ എല്ലാവരും ഈ ന്യൂസ് കാണുന്നുണ്ട്. ഇതേ സമയത്ത് ജിൻഹോ അവന്റെ അച്ഛനോട് ജിൻവു അവനോട് പറഞ്ഞ കാര്യം പറയുന്നു. അവനിപ്പോ തൽക്കാലം ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഗിൽഡിലേക്കും അവന് ചേരാൻ താല്പര്യമില്ലെന്ന്. ഇപ്പൊ ഇവിടെ നമ്മുടെ ജിൻവുവിനെ മുഴുവൻ മീഡിയയും തടഞ്ഞു നിർത്തി. അതുകൊണ്ട് അവർക്കൊന്നും കാണാൻ പോലും പറ്റാത്ത സ്പീഡിൽ ജിൻവു അവിടെ നിന്ന് പോവാണ്. ജിൻവുവിന്റെ ആ പവർ കണ്ട് യൊൻഹോ വരെ ഷോക്കാവുന്നുണ്ട്. ശേഷം ജിൻവു അവന് വേണ്ട ആർട്ടിഫാക്റ്റ് വാങ്ങാൻ വേണ്ടി ഒരു സ്റ്റോറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളതിനെല്ലാം ഒരുപാട് വിലയാണ്. അതുകൊണ്ട് ജിൻവു അവന്റെ കയ്യിലുള്ള കത്തി വിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ കത്തിക്ക് എത്ര കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പൊ അവരത് നോക്കിയിട്ട് അതിന് ചുരുങ്ങിയതും ഒരു 100 മില്യൺ കിട്ടുമെന്ന് പറയുന്നു. അത് കേട്ട് ജിൻവു ഷോക്കായി. കാരണം അത് അവന്റെ ഇൻവെന്ററിയിൽ നിന്ന് അവൻ വാങ്ങിയത് വെറും 2.8 മില്യൺ ഗോൾഡ് കോയിൻ ആണ്. പക്ഷെ അത് പുറത്ത് വിൽക്കുകയാണെങ്കിൽ ഒരുപാട് പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജിൻവു അവന്റെ കത്തി വിറ്റ് അവന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ജിൻവുവിന്റെ പവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന യൊൻഹോനെയാണ്. ജിൻവു റീഅവേക്കനിങ് ആയിട്ട് ഒരുപാട് നാളായി. പക്ഷെ അവന്റെ പവർ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പവർ നിൽക്കാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹണ്ടർ ആണെങ്കിലോ അവൻ എന്നിങ്ങനെ യൊൻഹോ ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ ജിൻവു ജിൻഹോയുടെ കൂടെ വീണ്ടും ഒരു ട്രിപ്പിന് പോവാണ് എന്ന് അവന്റെ അനിയത്തിയോട് പറയുന്നു. എന്നിട്ട് അവൻ തിരിച്ചു വരുന്നതുവരെ അവന്റെ അനിയത്തിയെ സംരക്ഷിക്കാൻ ഒരു ഷാഡോയെ അവന്റെ അനിയത്തി അറിയാതെ അവന്റെ അനിയത്തിയുടെ കൂടെ നിർത്തിയിട്ട് ജിൻവു വീണ്ടും ഡീമൺ കാസലിലേക്ക് പോകുന്നു. ഇപ്രാവശ്യം മുഴുവനും തയ്യാറായി ഡീമൺ കാസലിലേക്ക് വരുന്ന ജിൻവുവിന് അവന്റെ സിസ്റ്റം ഒരു പുതിയ മിഷൻ കൊടുക്കുന്നു. അത് ഡീമൺ മൊണാർക്ക് ബരനെ കൊല്ലാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ജിൻവുവിന് കിട്ടാൻ പോകുന്ന റിവാർഡ് ഷാഡോ എക്സ്ചേഞ്ച് സ്റ്റോൺ ആണ്. അതുകൊണ്ട് മിഷൻ തീർക്കാൻ വേണ്ടി ജിൻവു കഴിഞ്ഞ പ്രാവശ്യം നിർത്തിവെച്ച 76ാമത്തെ ഫ്ലോറിൽ വെച്ച് ഇപ്രാവശ്യം തുടങ്ങുന്നു. ഇതേ സമയത്ത് പുറത്ത് ജിൻഹോയുടെ അച്ഛൻ ബോധം കെട്ട് താഴെ വീണു. കാരണം ജിൻവുവിന്റെ അമ്മയ്ക്ക് വന്ന അതേ രോഗമാണ് ഇദ്ദേഹത്തിനും വന്നത്. മാജിക് പവർ കുറഞ്ഞ ആൾക്കാർക്ക് വരുന്ന ഇറ്റേണൽ സ്ലംബർ എന്ന് പറയുന്ന രോഗം. മറ്റൊരു ഭാഗത്ത് 2 ഹണ്ടേഴ്സ് നടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ആന്റി ബീസ്റ്റ് നിൽക്കുന്നു. ചിറകുകളുള്ള ആന്റി ബീസ്റ്റ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ജിൻവു 2 ദിവസമായിട്ട് 80ാമത്തെ ഫ്ലോറിൽ തന്നെയാണ്. അവൻ 81ാമത്തെ ഫ്ലോറിലേക്ക് പോകാനുള്ള പെർമിറ്റ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് പെർമിറ്റ് കിട്ടാത്തതെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവന്റെ പവർ പതിയെ കുറഞ്ഞു വരുന്നു. അതായത് അവന്റെ ഷാഡോസിനെ ആരോ ഇല്ലാതാക്കുന്നുണ്ട്. അവറ്റങ്ങൾക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലത്തും മാറി മാറിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ജിൻവുവിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവസാനം ജിൻവു കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത് ആ അറ്റാക്ക് ചെയ്യുന്നവരെ കണ്ടുപിടിച്ചു. ഒരു 3 മാജിക് ബീസ്റ്റ് സോൾജേഴ്സ്. അവരെ കണ്ട ഉടനെ കൂട്ടത്തിലെ 2 എണ്ണത്തിനെ പെട്ടെന്ന് തന്നെ കൊന്നു. എന്നിട്ട് 3ാമത്തെ തന്നെ കൊല്ലാൻ പോകുമ്പോഴാണ് ആ ബീസ്റ്റ് പെട്ടെന്ന് എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നത്. അതും ഒരു പെണ്ണിന്റെ സൗണ്ടില്. ആ ശബ്ദം കേട്ട ജിൻവു ആ ബീസ്റ്റിന്റെ മുഖത്തുള്ള മാസ്ക് വലിച്ചു മാറ്റി. അവൻ നോക്കുമ്പോൾ ഒരു പെൺ ഡീമൺ. അവൾ എന്നിട്ട് ജിൻവുവിനോട് മുകളിലേക്കുള്ള ഫ്ലോറിന്റെ പെർമിറ്റുള്ള ലൊക്കേഷനൊക്കെ അവൾക്ക് അറിയാം. അതുകൊണ്ട് അവൾക്ക്
അവൾക്കോ അവളുടെ ഫാമിലിക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് വാക്ക് തന്നാൽ ആ സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് അവൾ അവന് കാണിച്ചു കൊടുക്കാന്ന് പറയും. അത് കേൾക്കുന്ന ജിൻബു ആവട്ടെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അത് കേട്ട അവളും അതേന്ന് പറയുന്നു. അപ്പൊ ജിൻബു അവളെയും കൂട്ടി പോകുന്നതിന് മുമ്പ് അവളോട് നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് പുറത്ത് നമ്മൾ നേരത്തെ കണ്ട ചിറകുള്ള ആൻഡ് ബീസ്റ്റ് സിറ്റി മുഴുവൻ നശിപ്പിച്ച് അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കൊന്നു തിന്നുന്നു. ഇപ്പൊ ജിൻബുവിനോട് ആ പെണ്ണ് അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ പേര് എസിൽ, റഡീറു ഫാമിലിയിലെ മൂത്ത മകൾ. പക്ഷെ ജിൻബുവിന് ഇതൊന്നും അല്ല അറിയേണ്ടത്. അവന്റേതുപോലൊരു സിസ്റ്റം അവർക്കുണ്ടോന്നാണ് അവൻ അറിയേണ്ടത്. അതുകൊണ്ട് അവൻ അവളോട് നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും വോയിസ് കേൾക്കാറുണ്ടോ, അതിനവള് ഈ സ്ഥലം സംരക്ഷിക്കണം എന്ന് പറഞ്ഞൊരു വോയിസ് കേൾക്കാറുണ്ട് എന്ന് അവനോട് പറയുന്നു. അപ്പൊ ജിൻബു അതെപ്പോ മുതലാ തുടങ്ങിയത്, ഞാൻ ഇവിടെ എത്തിയ അന്ന് മുതൽ. അപ്പൊ നീ ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ജിൻബു. ഞാൻ ഇതിനു മുമ്പ് ഡീമൺ റീൽമിലായിരുന്നു. നിങ്ങൾ ഡീമൺ റീൽമില് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ജിൻബു അവളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവള് ഗ്ലിച്ച് ആവുന്നു. ഇതിനു മുമ്പ് കാർഗലിന് സംഭവിച്ചതുപോലെ. പക്ഷെ ഇപ്പൊ അവള് ഗ്ലിച്ച് ആയിട്ടും അവനോട് സംസാരിക്കുന്നു. ഞങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു, ഒരു ഭീകരനായ ശത്രുവിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവള് പെട്ടെന്ന് ഇതൊരിക്കലും തുറന്നു കാട്ടേണ്ട വിവരമല്ല എന്ന് പറഞ്ഞ് ബോധം കെട്ട് താഴെ വീഴാൻ പോകുന്നു. അപ്പൊ ജിൻബു പെട്ടെന്ന് അവളെ പിടിച്ചു. ഇതേ സമയത്ത് പുറത്ത് ഹണ്ടർ അസോസിയേഷനിലെ ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് കൂടി ആൻഡ് ബീസ്റ്റുകളെ പറ്റി സംസാരിക്കുകയാണ്. കാരണം ഇപ്പൊ ചിറക് വന്ന ആൻഡ് ബീസ്റ്റുകൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെയും കുറച്ച് ഹണ്ടേഴ്സിനെ അത് കൊന്നു. ഇപ്പൊ ആ ബീസ്റ്റുകൾ ഉള്ളത് ജെജു ഐലൻഡിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് അവറ്റങ്ങൾക്ക് നന്നായിട്ട് പറക്കാൻ സാധിച്ചാൽ അവർ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് ഇവർ തൊട്ടടുത്തുള്ള ജപ്പാനോട് സഹായം ചോദിക്കാനും ബാക്കിയുള്ള രാജ്യങ്ങളോട് ഈ കാര്യം പറയാനും അവർ തീരുമാനിക്കുന്നു. ഇപ്പൊ ഇതൊക്കെ പറയുന്ന പ്രസിഡന്റ് ഗോ 4ാമത്തെ ജെജു ഐലൻഡ് റെയ്ഡ് നടത്താനുള്ള ഓർഡർ ഇടുന്നു. സോ ഇവർ ജെജു ഐലൻഡില് ആദ്യം 3 റെയ്ഡ് നടത്തി തോറ്റുപോയി. ഇതിനി 4ാമത്തെ റെയ്ഡാണ്. ഇവിടെ ജിൻബു എസിലിനെ എടുത്ത് അവളുടെ റഡീറു ഫാമിലി കാസലിലേക്ക് വരുന്നു. അങ്ങനെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് എത്തുന്ന ജിൻബു ഇവൾക്കും നിങ്ങൾക്കും ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ജിൻബു അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മുകളിലെ ഫ്ലോറിലേക്ക് പോകാനുള്ള പെർമിറ്റ് വാങ്ങി എസിലിനെയും കൂട്ടി അവിടേക്ക് പോകുന്നു. ഇപ്പൊ നമ്മുടെ ജിൻബുവിന്റെയും അവന്റെ ഷാഡോസിന്റെയും പവർ കൂടിയിട്ടുണ്ട്. അങ്ങനെ ജിൻബു എസിലിനെയും കൂട്ടി ഓരോരോ ഫ്ലോറായിട്ട് കടന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ജിൻബു 100ാമത്തെ ഫ്ലോറിലേക്ക് എത്തി. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഡ്രാഗന്റെ പുറത്ത് ഒരു ബീസ്റ്റ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് ജിൻബു അന്വേഷിച്ചു വന്ന ഡീമൺ മൊണാർക്ക് ബരൻ. ബരന്റെ പേരിന്റെ മുകളിലുള്ള ടൈറ്റിൽ ചുമപ്പായതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ജിൻബു ചിന്തിക്കുന്നു. കാരണം പേരിന്റെ ടൈറ്റിൽ ചുമപ്പാണെങ്കിൽ അത് ചിലപ്പോൾ ജിൻബുവിനേക്കാൾ പവർഫുൾ അല്ലെങ്കിൽ ജിൻബുവിന്റെ അത്ര പവർഫുൾ ആയ ആളായിരിക്കും. കൂടാതെ ബരന്റെ അടുത്ത് കൈസലിൻ എന്ന് പറയുന്ന ഒരു ഡ്രാഗനും ഉണ്ട്. അതുകൊണ്ട് നടക്കാൻ പോകുന്ന ഫൈറ്റ് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ബരൻ അവന്റെ മാജിക് യൂസ് ചെയ്ത് അവന്റെ ഒരുപാട് ബീസ്റ്റ് സോൾജേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ ജിൻബു അവന്റെ ഷാഡോസിനെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ജിൻബുവും ബരനും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. ബരൻ അവന്റെ വായിക്കകത്ത് നിന്ന് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവൻ ആ അറ്റാക്ക് ചെയ്ത് ഒരുപാട് ഷാഡോസിനെ ഇല്ലാതാക്കി. കൂടാതെ ആ ഒരു അറ്റാക്ക് എസിലിന്റെ നേരെയും വരുന്നു. അപ്പൊ നമ്മുടെ ജിൻബു അവളെ രക്ഷപ്പെടുത്തിയിട്ട് അവന്റെ മുഴുവൻ സ്പീഡും സ്റ്റീൽത്ത് ഉപയോഗിച്ച് ബരനെ ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ സ്റ്റീൽത്ത് ഉപയോഗിച്ചിട്ടും ബരൻ ജിൻബുവിനെ കണ്ട് അവന്റെ അറ്റാക്ക് തടഞ്ഞു. എന്നിട്ട് അവൻ ജിൻബുവിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജിൻബു ഇഗ്രിസിനോടും ടസ്കിനോടും അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അവര് ബരനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജിൻബു ആ ഡ്രാഗന്റെ കഴുത്ത് വെട്ടി. അങ്ങനെ ബരന്റെ ഡ്രാഗൻ ഇല്ലാതായതോടെ അവൻ താഴെ ഇറങ്ങി വന്നു. ഇനി രണ്ടുപേരുടെയും ഫൈറ്റ് താഴെ നിന്നാണ്. അങ്ങനെ ജിൻബുവും ബരനും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നടന്നു വരുന്നു. ഇതേ സമയത്ത് പുറത്ത് 4ാമത്തെ ജെജു ഐലൻഡ് റെയ്ഡിന് വേണ്ടി ജപ്പാനിലെ ഏറ്റവും ഫേമസ് ആയ ഗിൽഡ് മാസ്റ്റർ ഗോട്ടോ രുചി പ്രസിഡന്റ് ഗോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരുടെ ഗിൽഡില് മൊത്തം 11 എസ്ട്രാങ് ഹണ്ടേഴ്സ് ആണുള്ളത്. ആ 11 എസ്ട്രാങ് ഹണ്ടേഴ്സില് ഗോട്ടോ രുചിയും ചേർത്ത് 10 പേര് ഈ വരാൻ പോകുന്ന മിഷൻ ഇവരെ സഹായിക്കാന്ന് പറയുന്നു. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യേണ്ടെന്നുള്ള ഒരു പ്ലാനും അവരുണ്ടാക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെ ബരന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ജിൻബുവിന് എത്ര ഫൈറ്റ് ചെയ്തിട്ടും അവനെ കൊല്ലാൻ കഴിയുന്നില്ല. അവന്റെ ഷാഡോ സോൾജേഴ്സിനെ ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അവസാനം ഫൈറ്റിന്റെ ഇടയ്ക്ക് വെച്ച് ജിൻബുവിന് അവന്റെ കയ്യിലുള്ള 2 കത്തി നഷ്ടപ്പെട്ടു. അപ്പോൾ ബരൻ അവന്റെ വായ കൊണ്ട് ജിൻബുവിനെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയാൻ വരുന്ന സമയത്ത് പുറകിലുണ്ടായിരുന്ന ഇസിൽ ബരന്റെ ശ്രദ്ധ മാറ്റി. അപ്പോൾ ജിൻബു അവന്റെ റൂളേഴ്സ് ഹാൻഡ് ഉപയോഗിച്ച് ബരന്റെ 2 കൈയും പറിച്ചെടുത്തു. എന്നിട്ട് ജിൻബു അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ബരന്റെ താടിക്കിട്ടൊരു പഞ്ച്. അവന്റെ തല മുഴുവൻ ഇല്ലാതായി അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുന്നു. അവസാനം ജിൻബു ഡീമൺ മൊണാർക്ക് ബരനെ കൊന്നു. അതോടെ ജിൻബുവിന്റെ ആ മിഷൻ കംപ്ലീറ്റ് ആയി. എസിൽ നീ നിന്റെ അച്ഛനോട് പോയി പറ, ഇനി മുതൽ റാഡിസ് ഫാമിലിയാണ് ഈ സ്ഥലത്തെ ടോപ്പ് റാങ്കിലുള്ള ആൾക്കാര്. അത് കേട്ട ഇസിൽ അത് റാഡീസ് അല്ല, അത് റാഡിറു ആണ് എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ നല്ലൊരു എപ്പിസോഡായിരുന്നു. സോ ഇതിലെ ഫൈറ്റ് ഒക്കെ നല്ലതുപോലെ എടുത്തെടുത്ത് പറയാനുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ആൾക്കാരുടെ പേര് പറയാനാണ് ഒരുപാട് ബുദ്ധിമുട്ട്. ഓരോ പേരും പ്രൊണൗൺസ് ചെയ്ത് ശരിയാക്കി വരുമ്പോഴേക്കും എന്റെ റീടേക്ക് ഒരു 10 15 പ്രാവശ്യം ആയിട്ടുണ്ടാവും. സോ അത്രയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള പേര് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ കാണുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ കണ്ടു പോകുന്നതേ ഉള്ളൂ. പക്ഷേ എക്സ്പ്ലനേഷൻ നാവ് കുഴഞ്ഞൊരു പരിവാവും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.